ശരിക്കും ദിലീപേട്ടനാണ് ഏര. രാവിലെ ന്യൂസ് പറഞ്ഞ കോമഡികളാണ് അത്രയും. കാലം മാറും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടുത്ത് വരും. ഏറ്റവും വലിയ പൊളിറ്റിക്സ് നടക്കുന്നത് ചാനലിൻ്റെ അകത്താണ്. അതിജീവിതയ്ക്ക് പോലും അറിയില്ല അതാരാണെന്ന്. ശരിയല്ലേ? ദിലീപേട്ട അത് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. പുള്ളിക്ക് അത് ചെയ്തിട്ട് അത്ര ചീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവും, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. ആദ്യം മാധ്യമത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നീതിയുക്തമാക്കട്ടെ. നമ്മൾ വെറുതെ ഊഹാഭോഗത്തിൽ അവരാണ് ഇവരാണെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എപ്പോഴും അതിജീവിതരുടെ ഒപ്പം തന്നെയാണ്. അതിജീവിക്ക് തന്നെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്ന. കുഴപ്പമില്ല. സീരിയൽക്കാർക്ക് ഇപ്പം ചാനലല്ലേ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ക്യാരക്ടറിന് ആരും വിളിക്കാറില്ല. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഥാപാത്രം വരുമ്പോൾ വിളിക്കും. പക്ഷേ ഇപ്പോൾ ചാനലിൻ്റെ തലപ്പത്തുള്ളവരാണ് എല്ലാവരെയും നിശ്ചയിക്കുന്നത്, ഡയറക്ടറായാലും പ്രൊഡ്യൂസറായാലും. അപ്പോൾ തലപ്പത്ത് എന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അവരെപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അല്ല, വില്ലത്തി എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ ഒരു സംസാരമുണ്ട്, എൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു അഹങ്കാരി ജാടയാണോ. അത് നല്ലതല്ലേ, മുള്ളമ്പന്നിക്ക് മുള്ളുള്ളത് പോലെ. പിന്നെ ആരും അടുക്കാൻ വരൂലല്ലോ. പക്ഷെ അടുക്കുമ്പോഴേ അറിയാമല്ലോ. ഇല്ല, സീരിയൽ ഇപ്പം ചാനലിൻ്റെ അകത്തായതുകൊണ്ട് ഞാനിപ്പം അവിടെ ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്സ് നടക്കുന്നത് ചാനലിൻ്റെ അകത്താണ്. അതെനിക്കിപ്പോൾ പറയുന്നത് കൊണ്ട് വർക്ക് പോവായിരിക്കും, കിട്ടേണ്ട വർക്കേ കിട്ടുള്ളൂ. ഇപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് കിട്ടേണ്ട വർക്ക് കിട്ടും. പിന്നെ ഞാൻ ആരെയും സുഖിപ്പിക്കാനോ സോപ്പിടാനോ പോകില്ല. കിട്ടുകയാണെങ്കിൽ എനിക്ക് തരുന്ന കഥാപാത്രം ഭംഗിയാക്കും. പക്ഷെ അവിടെ ഒരു ഫിഷൻ ടീമും എല്ലാം ഉണ്ട്. ഇപ്പം തന്നെ ഒരു തമിഴ് സീരിയൽ വന്ന് ഞാൻ സി കേരളത്തിൻ്റെ മിഴി രണ്ടിലും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ അതിൻ്റെ തമിഴ് സീൽ വിളിച്ചു, ഞാൻ ഫോട്ടോഷൂട്ട് എടുത്തു, എല്ലാം ആയി. ഇവിടെ ഞാൻ ഗീതാ ഗോവിന്ദം ചെയ്യുമ്പോൾ രാവിലത്തെ ഫ്ലൈറ്റിൽ പോയിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിലാണ് വന്നത്. എല്ലാം ചെയ്തപ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു എന്താ സൗത്ത് ഇന്ത്യൻ ഹെഡ് എന്നൊരു ലേഡി വന്നു, തെലുങ്കത്തിയാണ്. അപ്പം പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരി പറയണേ എനിക്ക് തമിഴ് ലുക്കില്ല, എനിക്ക് പഞ്ചാബി നോർത്ത് ഇന്ത്യൻ ലുക്കാണെന്നുണ്ടെങ്കിൽ എന്നെ മാറ്റി. അപ്പോൾ ഒരു ലുക്കിലൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ തമിഴിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും തമിഴ് ലുക്കാണോ? എനിക്ക് അവരാരാണെന്ന് അറിയില്ല ആ ലേഡിയെ. അന്ന് എനിക്കൊരു മനസ്സിലായി, നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രശ്നം പെണ്ണുങ്ങൾ തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ എനിക്കതിൽ സങ്കടമില്ല, കാരണം ഇതിൻ്റെ അപ്പുറം കഥാപാത്രങ്ങൾ വന്നിട്ടും പോയതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, എനിക്കുള്ളതാണ്, അത് എന്നെ വരും. ഞാൻ തമിഴ് സിനിമ ചെയ്തു, പക്ക തമിഴത്തിയായിട്ടാണ്. അന്ന് എൻ്റെ ഡയറക്ടറിനോ പ്രൊഡ്യൂസറിനോ ആ സിനിമയ്ക്ക് എന്നെ ഒരു നോർത്ത് ഇന്ത്യൻ അങ്ങനെ ലുക്കൊന്നും തോന്നിയിട്ടില്ല. അതിൽ ഞാൻ അത് അതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ബാക്കി ചാനൽ സി തമിഴിൻ്റെ ചാനലെല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടും ആ ഒരു ഒറ്റ ലേഡിയുടെ വാശിയുടെ പുറത്ത് ആ കഥാപാത്രം എനിക്ക് അത് ചെയ്താൽ എനിക്കൊന്നുമില്ല. അവർ എത്ര നാൾ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും? ഈ ടാർഗറ്റ് ചെയ്യുന്നവർ വിചാരിക്കുക അവർക്കൊരു കുടുംബമുണ്ട്, അവരുടെ അന്നം. നാളെ അവർക്ക് ആ അവസ്ഥ വരുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊന്നും കേട്ടാലും ഞാൻ കുലുങ്ങാൻ പോകുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരാൻ നേരത്ത് ഒരാളോട് ഞാൻ അഭിനയിച്ച് ഇന്നതാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്ത് ജോലിയും ചെയ്യാം, തല ഉയർത്തി നിൽക്കണം. അതുകൊണ്ട് എനിക്ക് ടാർഗറ്റ് ചെയ്യട്ടെ, ഇഷ്ടം പോലെ ചേട്ടാ. അത് എന്നോട് പലരും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഉണ്ടാവാം. പിന്നെ അതെ, IFFK വേദിയിൽ എനിക്കിപ്പോൾ ഏറ്റവും സങ്കടം വരുന്നത് പ്രേംകുമാർ ഏട്ടൻ. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. എന്തിനാണ് പുള്ളിയെ മാറ്റിയത്? അതിപ്പോൾ ഞാൻ പറഞ്ഞാലൊരു വിവാദമായാലും ആയില്ലെങ്കിലും എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്, ബാക്കി എല്ലാ സ്ഥാനമാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, അവരൊക്കെ അതേ പോസ്റ്റിലിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിയെ മാറ്റിയത്? ആശാരി വർക്കേഴ്സിനെ ഒന്ന് പുള്ളി അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണോ? കാരണം ഇനി 1.5 മാസം കൂടിയേ ഉള്ളൂ. ആ 1.5 മാസം പുള്ളി ഇരുന്ന് എന്താ കുഴപ്പം? കഴിഞ്ഞ വർഷം എത്ര ഭംഗിയായിട്ടാണ് പുള്ളി അത് നടത്തിക്കൊണ്ട് പോയത്. ഒരു വൈസ് ചെയർമാൻ ഉണ്ടെന്ന് നമുക്ക് അറിയിപ്പിച്ചു തന്നത് പ്രേംകുമാർ ഏട്ടനാണ്, അല്ലേ? അപ്പം കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായിരുന്നോ? നമ്മൾ സിനിമ തിരഞ്ഞെടുക്കണം അതൊന്നുമല്ല, എത്ര നീറ്റായിട്ടാണ് കൂളായിട്ടാണ് IFFK പോയത്, അല്ലേ? ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ പുള്ളിയെ മാറ്റിയതിനോട് ഞാൻ ഒട്ടും യോജിപ്പില്ല. ഞാൻ മാത്രമല്ല, എല്ലാവരോട് ചോദിച്ചപ്പോഴും എല്ലാവരും ഒരേ അഭിപ്രായമാണ്. കാരണം പുള്ളിയെ അവരും ഇതൊക്കെ ഒരു എന്താ പൊളിറ്റിക്സിനെയും കാട്ടിയും
ഏറ്റവും വലിയ പാരകളെന്നേ ഞാൻ പറയുള്ളൂ. പലർക്കും അഭിപ്രായം പറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ പാടില്ല, വ്യക്തിയുടെ ഇഷ്ടങ്ങൾ പറയാൻ പാടില്ല. ഇപ്പം നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവും, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പം നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇന്ന് പല സ്ഥലത്തും കാണുന്നത്. ഇപ്പോൾ ടാർഗറ്റ് കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു വിവാദമായൊരു കോടതി ഉത്തരവ് ഒക്കെ വന്ന പശ്ചാത്തലത്തിൽ ചോദിക്കുകയാണ് ദിലീപിൻ്റെ വിഷയം, നടി ആക്രമിച്ച കേസിലൊക്കെ. ഇപ്പം പല മാധ്യമങ്ങളെ തന്നെ അവരൊരു തീരുമാനം എടുത്തിട്ട് ഒരുപാട് ടാർഗറ്റ് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ വിചാരം ദിലീപേട്ടനെ തന്നെ കുരുക്കണം. ദിലീപേട്ടനെ ഞാൻ പിന്നെ ഇത് ഞാൻ നോ കമൻസ്. ഒന്നാമത് കോടതിയിലിരിക്കുന്ന കേസ്, അതൊരു അതെന്തായാലും വിധി വന്നു കഴിഞ്ഞു. ഇത് ചെയ്തതാര്, ചെയ്യിപ്പിച്ചതാര്, അത് ചെയ്താക്കും ചെയ്യിപ്പിച്ചതാക്കും ദൈവത്തിനെ അറിയാളൂ, നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെയൊക്കെ ഊഹാപോഹങ്ങളാണ്. ഈ അതിജീവിതയ്ക്ക് പോലും അറിയില്ല അതാരാണെന്ന്. ശരിയല്ലേ? അപ്പം നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ആ പാവം നമ്മൾ എന്തിനാ വാങ്ങുന്നത്? എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദിലീപേട്ട് അത് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല. പുള്ളിക്ക് അത് ചെയ്തിട്ട് അത്ര ചീപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ചെയ്താക്കും ചെയ്യിപ്പിച്ചാക്കും ദൈവത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ കാണുന്ന പത്രങ്ങൾക്കും ചിലവർക്ക് പുള്ളിയെ തന്നെ കുറ്റക്കാരനാക്കാൻ മാതിരിയാണ്. അതെന്തിനാണ്? ആദ്യം മാധ്യമത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ നീതിയുക്തമാക്കട്ടെ. മാധ്യമത്തിനകത്ത് സ്ത്രീകൾക്ക് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ആണോ? അവരുടെ കണ്ണിലെ കരട് കളഞ്ഞിട്ട് പോയില്ലേ നാട്ടിലുള്ള കണ്ണിലെ കരടുകളെ? അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റിനും എന്തൊക്കെ നടക്കുന്നു? എന്തിനാണ് ഒന്നിൻ്റെ പിറകെ തന്നെ പോകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജുഡീഷ്യലും നിയമവും ഒന്നായാൽ മാത്രമേ ഉള്ളൂ. ഭയം എന്നൊരു വാക്ക് ആർക്കും അറിയില്ല, ഭയമില്ല. ഇതേ ആൾക്കാർ അറബി രാജ്യങ്ങളിൽ പോയി എത്ര നീറ്റാണ് പല കാര്യങ്ങൾക്കും, ആണോ? അപ്പം ഭയമില്ല. ഭയം വന്നാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും അറിയാം, കൊണ്ട് ജയിലിലിട്ടാലും നല്ല ഫുഡ് കിട്ടും, ഇത്ര ദിവസം കഴിയുമ്പോൾ ഇറങ്ങും, അവരൊന്നും കൂടി ചെറുപ്പമാവും. ആ ഒരു ഭയം വന്നാൽ മാത്രമേ ഉള്ളൂ. പണ്ട് ശിവജി മഹാരാജാവ് ചെയ്ത മാതിരി ഒരു ഭയം വരണം. അത് ഭയമില്ല. അതാണ് ഇവിടെ കാണുന്നതും. എന്തായാലും ദിലീപേട്ടൻ്റെ കാര്യത്തിൽ എൻ്റെ ഇത് സ്ട്രോങ് ഇത് തന്നെയാണ്. ഞാൻ പണ്ടും ഇപ്പോഴും പറയുന്നത് ഈ ഒറ്റൊരു കാര്യം തന്നെ. ചെയ്ത ആർക്കും അറിയാം, ചെയ്യിപ്പിച്ച ആർക്കും അറിയാം, മുകളിലിരിക്കുന്ന ഒരു ദൈവത്തിനും അറിയാം. ബാക്കി ആർക്കും ഇതറിയില്ല. നമ്മൾ വെറുതെ ഊഹാഭോഗത്തിൽ അവരാണ് ഇവരാണെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം അറിയാം, ദിലീപേട്ടൻ ഇത് ചെയ്യില്ല എന്തായാലും. നമ്മൾ എന്തിനാണ് ഒരാളെ തന്നെ കല്ലെറിയാൻ നിൽക്കുന്നത്? ഒരാളെ കല്ലെറിയുന്നതിന് മുന്നേ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ നമ്മുടെ മനസാക്ഷിയോടെ നമ്മൾ ചോദിക്കുക, എന്നിട്ട് പോരെ. അത്രയേ ഉള്ളൂ. ശരിക്കും ദിലീപേട്ടനാണ് ഏര. പുള്ളിയാണ് അതിജീവൻ എന്ന് പറയേണ്ട ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ടത്. പുള്ളി ഈ മാധ്യമങ്ങളാണ് പുള്ളിയെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? പുള്ളി ഇനി ജീവിക്കട്ടെ. പുള്ളി അതിൻ്റെ അറിഞ്ഞോ അറിയാതെ പുള്ളി കുറേ ശിക്ഷ ചെയ്തു. പിന്നെ ഇത് ആര് ചെയ്താലും കർമ്മ നമുക്കറിയാം. വെയിറ്റ് ആൻഡ് സീ. അത് നമ്മൾ അറിയും. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് അറിയും ആരാണ് ചെയ്തത്. അതെന്നായാലും ഒരിക്കൽ പുറത്തു വരും. ഇപ്പോൾ ഫാസ്റ്റാണ് അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ എന്തായാലും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഞാൻ എപ്പോഴും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. അതിജീവിതയ്ക്ക് തന്നെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നത്. പക്ഷേ അറിയാത്ത കാര്യങ്ങൾ ഇത് ആര് ചെയ്തു ആര് ചെയ്യിപ്പിച്ചെന്നു എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അറിയാത്തൊരു കാര്യത്തിനെയും കുറിച്ച് കമൻസ് പറയില്ല. ഞാൻ അതിജീവിതയ്ക്ക് സപ്പോർട്ട്, അത് അന്ന് മുതൽ ആ കുട്ടിക്ക് തന്നെയാണ് സപ്പോർട്ട്. അത് അതിജീവിതയുടെ സ്ഥാനത്ത് ഏതൊരു ലേഡി ആയാലും അവർക്ക് ഞാൻ സപ്പോർട്ടേ ഉള്ളൂ. കാരണം ഒരാളുടെ അനുവാദം ഇല്ലാതെ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ദേഹത്ത് തൊടാൻ പാടില്ല. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ദേഹത്ത് തൊടാൻ പാടില്ല. അതിൽ ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം എനിക്ക് ആണോ പെണ്ണോ ഇല്ല, വ്യക്തികളാണ്. എല്ലാവർക്കും ഇമോഷണൽ ഒന്ന് തന്നെയാണ്. അതാണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കുക. ഇവിടെ ആദ്യം വേണ്ട സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് ആദ്യം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതല്ല. ഇവിടെ സെക്സിൻ്റെ ദാരിദ്ര്യമാണ് കാണുന്നത്. ആരെ കണ്ടാലും ഇതാണ് വരുന്നത്. ഇനി കാലം മാറും, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ അടുത്ത് വരും. അപ്പം വന്ന് തുടങ്ങി, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ 2011 ഇതേപോലെ പറഞ്ഞു, അത് തന്നെ ഇപ്പോൾ ഉണ്ടായത്. ഇനി അത് തന്നെ ഉണ്ടാവും. അങ്ങനെ നല്ല പയ്യന്മാരൊക്കെ സൂക്ഷിക്കുക. മാധ്യമങ്ങളൊക്കെ കോടതികളായിട്ട് മാറുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടോ പല ചാനൽ? തീർച്ചയായും. കാരണം ഇപ്പോൾ ഏറ്റവും രാഹുൽ ഈശ്വറിനെ എന്തിനാണ് കൊണ്ടിട്ടിരിക്കുന്നത്? എന്തിനാണ്? കോമഡിയാണ് വരുന്നത്. സത്യം നമുക്ക് തന്നെ. ഞാൻ ഇപ്പോൾ വാർത്ത കാണാറില്ല.
വാർത്തയും കാണാറില്ല, പത്രം നോക്കാറില്ല. കംപ്ലീറ്റ് കോമഡി സിനിമയും കാട്ടി നമുക്കിപ്പോൾ രാവിലെ ന്യൂസ് പറഞ്ഞ കോമഡികളാണ് അത്രയും. ഇവിടെ വേറെ എന്തൊക്കെ ചുറ്റാണ്. ഇപ്പം ഈ ചാനലാണ് ഇപ്പം പിന്നെ ജഡ്ജിയും കുപ്പായ അടഞ്ഞത്. അവർ തന്നെ വക്കീലും ആവും, അവർ തന്നെ ജഡ്ജിയും ആവും. എന്തിനാണ്? അത് കുഴപ്പമില്ല. അവർ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല. ഇപ്പം ഞാനൊരു കാര്യം 2-3 ചാനലിൻ്റെ അടുത്ത് പറഞ്ഞു, അവരെനിക്ക് സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പം ഞാൻ പീഡിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഓടി വന്നാണ്. മായാ വിശ്വനാഥ് എന്തുണ്ട്, അവൾ അതിജീവിതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാണ്. ഇനി ഒറ്റ ചാനലിന് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് വിചാരിച്ച്. അത് ഞാൻ ഉറപ്പ് തന്നെയാണ്. വേണ്ട, അവരെന്നെ വെച്ച് മാർക്കറ്റ് ഉണ്ടാക്കണ്ട. ഇനി എന്തെങ്കിലും ആയാലും അവരുടെ എല്ലാവരുടെ നമ്പറും ഞാനിപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.